അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങൾ ഇതിൽ കണ്ട പോലെ തന്നെ ഞാൻ എന്താ പറയുക, ഇന്ന് മൈക്കയിൽ കുറച്ച് ആളുകളുടെ മുന്നിൽ മൈക്കയിൽ പ്രസംഗിക്കാനൊരു അവസരം കിട്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കൂടുതൽ എന്താ പറയുക സന്തോഷമുണ്ട്. വേറൊന്നുമില്ല, നമ്മുടെ ഫാത്തിമ കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അന്ന് ഒരു PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ലീവായിരിക്കുമല്ലോ, അപ്പോൾ എല്ലാവരും ഒത്തുകൂടാൻ വേണ്ടി ഇന്ന് ഇട്ടാണ് വെച്ചത്. അപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ എന്താണ് ടൂറ് അടുത്ത വേണോ ദൂരെ വേണോ എന്നുള്ളതും പിന്നെ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഡെയിലി പോയാലേ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ, കുട്ടിക്ക് മുനിസിപ്പാലിറ്റിയുടെ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ, അവിടെ പോയാലേ തന്നെ കിട്ടുള്ളൂ. അങ്ങനെയുള്ളതും പിന്നെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവർ മീറ്റിംഗ് വെച്ചത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ അവിടെ പോകാൻ തുടങ്ങിയിട്ട് മാറ്റങ്ങൾ ഉണ്ടായോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചത്. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് അവളെ സ്കൂളിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ വർഷം വന്നാൽ 1 വർഷം ആവാനായിട്ടാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ പറഞ്ഞത് എന്തൊക്കെ ആയിപ്പോയി, വായിൽ വന്നത് വേറെ എന്തൊക്കെ, വിചാരിച്ചത് ഒന്ന് നടന്നതൊന്ന് എന്ന് പറഞ്ഞ പോലെ മനസ്സിൽ കുറേ ഇത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് അവിടെ എത്തിയപ്പോൾ ആരായാലും ആദ്യമായിട്ട് നമ്മുടെ കയ്യിലൊരു മൈക്ക് കിട്ടുമ്പോൾ ഒരു പേടിയും വെപ്രാളവും ഒക്കെ ഉണ്ടാവുമല്ലോ, ടെൻഷനും പേടിയില്ല, ഒരു എന്താ പറയുക വെപ്രാളം. എന്താണ് ആദ്യമായിട്ട് നമുക്കൊരു 10 ആളുടെ മുമ്പിൽ നിന്നിങ്ങനെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനക്കേടും ടെൻഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറയണമെന്ന് വിചാരിച്ചു, എന്തൊക്കെയോ ആയിപ്പോയിട്ടാണ്. അവിടെ പോയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളതില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് എന്താണോ എൻ്റെ വായിൽ വന്നത് അത് ഞാൻ പറഞ്ഞു. എൻ്റെ ഫാത്തിമ കുട്ടിക്ക് നല്ല മാറ്റമുണ്ട്. ആദ്യമൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൾ തനിയെ വാരി കഴിക്കാൻ ആയി. പിന്നെ അതുമല്ല, പിന്നെ ടീച്ചർമാരുടെ പിന്നെ അവളുടെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് ആ സമയം നോക്കി എനിക്ക് പെട്ടെന്ന് മറന്നു പോയിട്ടാ, വായിൽ വന്നില്ല. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആരെയാണോ പരിചയപ്പെട്ട് സംസാരിച്ച് പഴകണം അവൻ്റെ പേരായിരിക്കും ആദ്യം നമുക്ക് വായിൽ വരിക അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് അവളുടെ ക്ലാസ് എടുത്ത ടീച്ചർ കവിത ടീച്ചറായിരുന്നു, കവിത എന്നാട്ടോ ടീച്ചറിൻ്റെ പേര്. അപ്പോൾ ആ പേര് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അവിടെ പരിചയപ്പെട്ട് ഞാൻ പിന്നെ 1 മാസം അവിടെ നിന്നല്ലോ, 1 മാസം 2 മാസം എന്താ നിന്ന് തോന്നുന്നു, അവളുടെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് എനിക്ക് ആ പേരും പെട്ടെന്ന് കവിത എന്ന് കേട്ടപ്പോൾ നമുക്കൊരു കവിതൻ്റെ ഓർമ്മയൊക്കെ വരുമല്ലോ. അങ്ങനെ ഞാൻ ആ പേര് പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ ക്ലാസ് ടീച്ചർ ജ്യോതി ടീച്ചറാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് ഓർമ്മ. ടീച്ചറിനോട് ചോദിച്ചപ്പോഴാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാട്സപ്പിൽ ജസീനായിരുന്നു, അല്ലാണ്ട് ജ്യോതി എന്നാണ് ടീച്ചറിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ആ ടീച്ചറിൻ്റെ പേര് മിസ്സായി പോയപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് പറയാൻ വിട്ടുപോയതിൽ എനിക്ക് എന്തോ പോലെ ആയി. പിന്നെ ഞാൻ ആകെ അങ്ങനെ വിഷമിച്ചു, ടീച്ചറിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഞാനപ്പം തന്നെ ടീച്ചറിനോട് പറയുകയും ചെയ്തു കേട്ടോ. എനിക്കെന്തോ പോലെ ആയി. അങ്ങനെ എൻ്റെ കുട്ടിൻ്റെ ആ ഒരു സ്കൂളിൽ കുറച്ച് ദിവസം വിട്ടതിലാണ് എൻ്റെ കുട്ടിക്ക് കുറേ മാറ്റങ്ങൾ വന്നത്. നല്ലൊരു സ്കൂളാണ്, നല്ല ടീച്ചേഴ്സാണ്, നല്ല ഹെൽപ്പർമാരാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്, നല്ലൊരു മാറ്റം അവൾക്ക് ഉണ്ടായി. അതുപോലെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾക്കിപ്പോൾ. ആദ്യമൊന്നും യൂറിൻ കൺട്രോൾ ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് കുറച്ചിങ്ങനെ കൺട്രോളായി വരുന്നുണ്ട്, ഫുഡൊക്കെ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും എല്ലാം കൊണ്ടും അവൾക്ക് നല്ല മാറ്റം തന്നെയാണ് കേട്ടോ സ്കൂളിൽ പോയ ശേഷം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു മീറ്റിംഗാണ്. അപ്പോൾ എനിക്ക് എന്തായാലും 2-3 നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി ഒരു മൈക്കയിൽ പ്രസംഗിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, അവൾക്ക് നല്ല മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇനി അവൾക്ക് അവളുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാനായി കിട്ടിയാൽ രക്ഷപ്പെട്ടു കേട്ടോ. അതാണ് ഞാൻ ആകെ പ്രാർത്ഥിക്കണം അള്ളാഹിനെ കൊണ്ട് 5 നേരം. ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും അവൾക്ക് ജീവിക്കണ്ടേ. അതുമല്ല, അവൾ വലുതായാൽ എന്തായിരിക്കും, അവളുടെ ഓരോ വയസ്സ് പോകുന്തോറും അവൾക്കുള്ളത് ഇതായി വരികയല്ലേ. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴേ ടെൻഷനാണ് കേട്ടോ. ടെൻഷൻ അടിച്ചിരുന്നത് കാര്യമില്ലല്ലോ. അപ്പോൾ വരുന്ന പോലെ വരട്ടെ, ആ സമയത്ത് എന്താണോ അതുപോലെ ചെയ്യാന്നുള്ളൊരു ഇതിലാണ്. അവളുടെ ഇനി കഴിവുകൾ എന്താണ്, മ്യൂസിക്കിനെ കൊണ്ടൊക്കെ ഒരുപാട് താല്പര്യമുള്ള കൂട്ടത്തിലാട്ടോ നമ്മുടെ ഫാത്തിമ.
അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ആ ഒരു സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പോൾ ചാറ്റ ബൈ.